സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ കേസുകളിൽ പോലീസിൽ പരാതി പറഞ്ഞാലും കേസെടുക്കുന്നില്ല എന്നുള്ള സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മന്ത്രിമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ കാര്യത്തിലും സിദ്ദിഖിന്റെ കാര്യത്തിലുമെല്ലാം പറഞ്ഞത് അതിക്രമത്തിനിരയായിട്ടുള്ളവർ ഒരു കഷണം കടലാസെടുത്ത് ധൈര്യമായി പോലീസിനെ സമീപിച്ചാൽ ആ നിമിഷ നടപടി ഉണ്ടാവുമെന്ന്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോലീസിൽ പരാതി പറഞ്ഞ കേസുകളിലും സർക്കാർ നടപടി എടുത്തിട്ടില്ല എന്നുള്ള കാര്യം സംസ്ഥാനത്തെ നിയമവാഴ്ചയെ സംബന്ധിച്ച് ഗൗരവമേറിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. നടൻ സിദ്ദിഖിനെതിരായി പോലീസിൽ പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് അതിക്രമത്തിനിരയായവർ വെളിപ്പെടുത്തുന്നത്. കൊല്ലം MLA മുകേഷിനെതിരായിട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളിലും സർക്കാർ ബോധപൂർവം കണ്ണടക്കുകയാണ് ചെയ്തത്. കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന MJ അക്ബറിന് ഒരു മീറ്റു ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു. അന്ന് ഇടതുപക്ഷവും കോൺഗ്രസും, പ്രത്യേകിച്ച് CPM പോളിറ്റ് ബ്യൂറോയും കോൺഗ്രസിന്റെ നേതാക്കളും ഉടൻ രാജി ആവശ്യപ്പെട്ടത്. സിദ്ദിഖിന്റെ കാര്യത്തിൽ കോൺഗ്രസിനും ഒരു അനങ്ങാപ്പാറ നയമാണ് ഉണ്ടായിരുന്നത്. സിദ്ദിഖിന്റെ കാര്യത്തിൽ അതിജീവിത തന്നെ പറയുന്നു, പോലീസിനെ സമീപിച്ചിട്ടും നടപടി ഉണ്ടായില്ല. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമ കേസുകളിൽ പോലീസിൽ പരാതി നൽകിയാൽ പോലും നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ ഇവർ പറയുന്നത് ആരും തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. വിചിത്രമായ വാദമാണിത്. സിനിമാ രംഗത്തെ അനാശാസ്യമായിട്ടുള്ള പ്രവണതകൾ കണ്ടുപിടിച്ച് അതിന് പരിഹാരം കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ ഉണ്ടാക്കിയത്. പോലീസിൽ പരാതി പറയാനായിരുന്നെങ്കിൽ സർക്കാരിന് നേരത്തെ സിനിമാ നടിമാരോട് നിങ്ങൾ പോലീസിനെ സമീപിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? WCC പോലീസ് മുഖ്യമന്ത്രിയെ സമീപിച്ച് നിവേദനം നൽകിയപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? അതിന് പകരം സിനിമാ രംഗത്തെ അനാശാസ്യ പ്രവണതകൾ മുഴുവൻ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നടപടിയെടുക്കുമെന്നാണ് അന്ന് സർക്കാർ അവകാശപ്പെട്ടത്. അന്ന് ബാലൻ പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും അതുതന്നെയാണ്. മാത്രമല്ല, ഇവർ കൊട്ടിഘോഷിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള വിപ്ലവകരമായ നടപടിയെടുത്തു എന്നാണ്. എങ്ങും കാണാത്ത ഒരു മാതൃകാപരമായ നടപടി കേരളത്തിൽ എടുത്തു എന്നാണ്. പക്ഷെ ഇപ്പൊ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് മാത്രം കാര്യമില്ല, ബുദ്ധിമുട്ട് അനുഭവിച്ചവരെല്ലാം പരാതി നൽകണമെന്നാണ്. എന്ത് ന്യായമാണിത്? പരാതി നൽകിയ കേസുകളിൽ പോലീസ് നടപടി ഉണ്ടായില്ല എന്നുള്ള വെളിപ്പെടുത്തൽ വരുന്നു. ഇത് കേരളത്തിലല്ലാതെ മറ്റ് ഇന്ത്യയിൽ എവിടെ നടക്കും? കേരളത്തിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. കേരളത്തിൽ സ്ത്രീ സുരക്ഷ സമ്പൂർണമായിട്ട് ചോദ്യം ചെയ്യപ്പെടുകയാണ്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കടന്നാക്രമണങ്ങളിൽ സർക്കാർ തന്നെ വേട്ടക്കാരോടൊപ്പം നിൽക്കുക, സർക്കാരിന് താല്പര്യമുള്ളവരെ മുഴുവൻ സംരക്ഷിക്കുന്ന സമീപനമാണ്. രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെ കാര്യത്തിലും സർക്കാരിനൊന്നും അവകാശപ്പെടാനില്ല. സർക്കാർ എന്തെങ്കിലും നടപടിയെടുത്തതിന്റെ പേരിലല്ല ഈ രാജ്യം ഉണ്ടായിരിക്കുന്നത്. പൊതുസമൂഹത്തിന്റെ, സ്ത്രീ സമൂഹത്തിന്റെ, മാധ്യമങ്ങളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് രാജിവെക്കേണ്ടി വന്നത്. അല്ലാതെ ഗവൺമെന്റ് എന്തെങ്കിലും നടപടിയെടുക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ പേരിൽ അവർ രാജിവെച്ചതല്ല. ഗവൺമെന്റ് ഒരു നടപടിയും എടുക്കില്ല എന്ന് അവർക്കെല്ലാം ഉറപ്പായിരുന്നു. കാരണം പോലീസിൽ പരാതി നൽകിയിട്ടും കേസ് ഒതുക്കുകയാണ് ചെയ്തത്. വാതോരാതെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നവർ
കേരളത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തുള്ള സ്ത്രീ വിമോചന കാര്യങ്ങൾ മുഴുവൻ സംസാരിക്കുന്നവർ കേരളത്തിൻ്റെ അകത്ത് സ്ത്രീകളെ എങ്ങനെ പീഡിപ്പിക്കപ്പെട്ടാലും നടപടിയില്ല എന്നുള്ള സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വൃന്ദ കാരാട്ട് പോലും എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ പ്രശ്നത്തെ സമീപിച്ചത്. ബംഗാളിൽ നിന്നുള്ള ഇടതുപക്ഷ സഹയാത്രികയായ ഒരു ചലച്ചിത്ര നടി തനിക്കുണ്ടായ ദുരനുഭവം പരസ്യമായ പ്രതിഷേധമായി അവർ വ്യക്തമാക്കിയിട്ടും CPM-ന്റെ ഉന്നത വനിതാ നേതാവ് പ്രതികരിച്ചത് എന്താണെന്ന് നാം കണ്ടതാണ്. വളരെ ആസൂത്രിതമായി ഈ സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടു കൂടിയുള്ള നടപടികളാണ് എടുക്കുന്നത്. തങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത്. മുഖ്യമന്ത്രിയുടെ ധാർമ്മികതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. ആദ്യഘട്ടം മുതൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ പരസ്യമായി ന്യായീകരിച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെ ഒന്ന് ശാസിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല. പരസ്യമായ നിലപാട് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. മുഖ്യമന്ത്രിയാണ് ഏറ്റവും അപരിഷ്കൃതമായ പ്രാകൃതമായ നിലപാട് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള കേസുകളിലെല്ലാം വിവരമറിഞ്ഞാൽ നടപടിയെടുക്കണം എന്നുള്ളതാണ്. പരാതി കൊടുത്തിട്ട് നടപടിയെടുക്കാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയാണ് ഇതിന് ഉത്തരവാദി. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒഴിയണം. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ കേരളത്തിൽ വരുന്നത്. ഇത് ശരിയായ രീതിയിൽ പരിശോധിക്കണം. അവർ മാത്രമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഈ നടി മാത്രമല്ല, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി വനിതകളെ ഞാൻ കണ്ടു. അവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടായപ്പോൾ, സാഹിത്യകാരന്മാരിൽ നിന്നടക്കം നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒക്കെ എടുത്ത സമീപനം എന്താണ് ഗവൺമെന്റ്? പരാതി പറയാൻ വരുന്നവരെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും പരാതിപ്പെടാൻ എത്തുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യമായ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഒന്നുകിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് ഒരു കടലാസിന്റെ വില മാത്രമേ ഇതിനുള്ളൂ, ഇതിന് യാതൊരു നിയമ നടപടിക്കുമുള്ള വകുപ്പില്ല എന്ന് തുറന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. അല്ലാതെ നേരത്തെ കൊട്ടിഘോഷിച്ചതുപോലെ ഇത് കേരളത്തിലെ ചലച്ചിത്ര രംഗത്തെ തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരം കാണാൻ വേണ്ടി ഞങ്ങൾ വിപ്ലവകരമായ ഒരു ഇടപെടൽ നടത്തിയതാണെന്നുള്ള വാചോടാപം ഉപേക്ഷിക്കണം, വാചക കസർത്ത് ഉപേക്ഷിക്കണം. എന്നിട്ട് പറയണം ഇതിനൊരു കടലാസിന്റെ വില പോലുമില്ല. പുറത്ത് പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.25 കൊല്ലം അതിൻ്റെ മുകളിൽ അടയിരുന്നു, എല്ലാം അറിഞ്ഞുകൊണ്ട്. ഇപ്പൊ പുറത്തു വന്നതിന് ശേഷം നടപടിയില്ല, എല്ലാവരും പരാതിയായിട്ട് വരണമെന്നാണ്. എന്നാ പിന്നെ ഈ വന്നവരെയൊക്കെ വിളിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പിൽ വന്നവരെയൊക്കെ നേരത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കണമെന്ന് ഇവർ ഉപദേശിച്ചാൽ മതിയായിരുന്നില്ലേ? ഇത് ചെറിയ കളിയല്ല. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ അവതാളത്തിലായിരിക്കും. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങൾ പരിശോധിച്ച് സർക്കാരിൻ്റെ ഈ അനങ്ങാപ്പാറ നയത്തിനെതിരായി ഈ ദുരിതത്തിനിരയായിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായങ്ങളും നിയമ നടപടികളും ചിന്തിക്കേണ്ട വിഷയമാണ്. ഞങ്ങളത് പരിശോധിക്കും. പരാതി നൽകണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെങ്കിൽ പോലും ഇന്ന് വീണ ജോർജ് പറഞ്ഞൊരു സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് പരാതി നൽകാൻ ആർക്കെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അവരെ സഹായിക്കുമെന്ന് കൂടി വീണ ജോർജ് വെറുതെ വാചകം അടിക്കുന്നതാണെന്ന്. ഇന്നലെ വീണ ജോർജ് പറഞ്ഞത് ഞങ്ങളെല്ലാ സഹായം ചെയ്യുന്നതാണ്. എന്തിനാണ് സഹായിക്കുന്നത്? ഒരു പ്രമുഖ മലയാളം ചാനലിൽ വന്നിരുന്ന് പറയുകയും പിന്നീട് കേരളത്തിലെ എല്ലാ ടെലിവിഷൻ ചാനലുകളിലും അവർ ചർച്ചയിൽ പറയുകയും ചെയ്ത അതേ കാര്യം പൊതുസമൂഹമാകെ കേട്ടത്. അവർക്ക് പറയാനുള്ളത് വള്ളിപുള്ളി തെറ്റാതെ
നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ അവർ ആവർത്തിക്കുകയാണ്. അന്നത്തെ സാക്ഷികൾ അത് എൻഡോസ് ചെയ്യാണ്. എന്തിനാണ് പിന്നെ പരാതി? സ്ത്രീ പീഡന കേസുകളിൽ പിന്നെ പരാതിയുടെ ആവശ്യമുണ്ടോ? അപ്പോൾ പരാതി എന്ന് പറയുന്നത് ഒരു മുടന്തൻ ന്യായമാണ്. വീണ ജോർജിന്റെ ഒരു സഹായവും ഇവിടെ ഒരു പരാതി കൊടുക്കാൻ ആർക്കും ആവശ്യമില്ല. ഒരു കടലാസിൽ പരാതി കൊടുക്കാൻ മന്ത്രി സഹായിക്കണം എന്ന് പറയുന്ന സ്ഥിതി കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അപ്പൊ വീണ ജോർജ് വെറും വാചക കസർത്ത് നടത്തുകയാണ്. മാത്രമല്ല, വീണ ജോർജ് ഇത് പറയുമ്പോൾ ബിന്ദു വേറെ എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ കേസുകളിൽ പെട്ടെന്ന് നടപടിയെടുക്കാൻ പറ്റുമോ? അതൊക്കെ പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കാൻ എന്നാണ്. മറ്റുള്ളവർ ഭരിക്കുമ്പോൾ അല്ലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യം വരുമ്പോൾ ഇവർക്ക് യാതൊരു നടപടിയും വേണ്ട, പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കണം. അവർ പറഞ്ഞതിൽ അർത്ഥമില്ല. എന്തുകൊണ്ടായിരിക്കാം സർക്കാർ ഇത്രയധികം ഭയപ്പെടുന്നത്? അതായത് 11 പേജ് വിവരാവകാശ കമ്മീഷൻ പറയാത്ത പേജുകൾ പോലും ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. സർക്കാർ എന്തുകൊണ്ടാണ്? സർക്കാരിന് സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ഉന്നതർ ഇതിൽ പങ്കാളിയായിട്ടുണ്ടാവും. സർക്കാരിന് സംരക്ഷിച്ച് നിർത്തേണ്ടതായിട്ടുള്ള ഉന്നതർ ഇതിൽ പങ്കാളിയായിട്ടുണ്ടോ എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ആ അറിവ് അവർക്കേ ഉള്ളൂ, നമുക്കാർക്കും അറിയില്ലല്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾക്കോ പൊതുജനത്തിനോ ഒന്നും ഇതറിയില്ല. അറിയുന്ന ആള് ബാലനും മുഖ്യമന്ത്രിയും അതുപോലെ സർക്കാരിലെ സാംസ്കാരിക മന്ത്രിക്കൊക്കെ ഇത് അറിയുള്ളൂ. അപ്പോൾ അവർക്ക് സംരക്ഷിക്കേണ്ട ആരോ അതിലുണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഇത്തരം ഒരു 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 വെകളി പിടിച്ച നിലപാടിലേക്ക് അവർ പോകുന്നു? എന്തായാലും ഈ നിലവിലെ അവസ്ഥയിൽ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് മറ്റു വിവരങ്ങളൊന്നും തന്നെ പൊതുജന സമൂഹത്തിൽ വരാൻ പോകുന്നില്ല. നിലവിലെ അവസ്ഥയിൽ ആ സാഹചര്യത്തിൽ കുറേയധികം പേര് നിലയുദ്ധം നടത്തി പ്രഖ്യാപിക്കുന്ന പോലെ ആയിപ്പോകും. അതല്ലാതെ കൃത്യമായി ആരൊക്കെയാണ് എന്ന് പറയാനുള്ള ആഗ്രഹം സർക്കാർ കാണിക്കുന്നത്. അല്ല, അതാണ് മറ്റുള്ളവരെ വെറുതെ വിടാമല്ലോ. ഇതിൽ പങ്കാളിയായിട്ടില്ലാത്ത ആളുകളെ, ആരോപണത്തിന് കുന്നമനെ ഏശിയിട്ടില്ലാത്ത ആൾക്കാരെ കൂടി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ എടുക്കുന്നത്. ഏതാനും ചില ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ചലച്ചിത്ര മേഖലയിലുള്ളവരെ മുഴുവൻ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്നത് സർക്കാരാണ്. അത് സർക്കാർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ സർക്കാർ ഒരു പുകമറയിൽ നിർത്തുകയാണ് എല്ലാം. അതിന് ഉത്തരവാദി 100% മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും. അല്ല, സംസ്ഥാന ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. അല്ല, അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണല്ലോ അവിടെ ഭരിക്കുന്നത്. ബംഗാളിൽ യുവതിയായിട്ടുള്ള ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആളുകളെ സഹായിക്കുകയാണ് ഓപ്പണായിട്ട് ആ സർക്കാർ. അത് എന്തെങ്കിലും പിണറായി വിജയനിൽ നിന്ന് അപ്പുറത്ത് എന്തെങ്കിലും എനിക്കറിഞ്ഞൂടാ മമതാ ബാനർജിയിൽ നിന്ന് മലയാളത്തിന് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളത്.